ഗുഡ് ഈവനിങ് എവരി വൺ. വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഇങ്ങനൊരു വേദിയിൽ സംസാരിക്കാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും. ഇതുപോലൊരു വേദി എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന പ്രിയപ്പെട്ട MLA നജീബ് ക ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അസ്ഗർ, മൗസി അവിൽ മിൽക്കിൻ്റെ MD ആണ്. വീട് പെരിന്തൽമണ്ണ ജൂബിലി റോഡ്. മൗസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ആങ്കർ പറഞ്ഞ പോലെ 1985 നിന്ന് നമ്മൾ തുടങ്ങണം. 1985 60 സ്ക്വയർ ഫീറ്റ് ചെറിയൊരു ഷോപ്പിൽ നിന്നാണ്, സിംല കുൾബാർ എന്നൊരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങളെ തുടക്കം എന്ന് പറയുന്നത്. എൻ്റെ പിതാവ് ഈരാൻ ഹാജി ആയിരുന്നു ആ ഷോപ്പ് തുടക്കം. പിന്നീട് എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവ് മരണപ്പെടുകയും എൻ്റെ ബ്രദർ ആ ഷോപ്പ് ഏറ്റെടുത്ത് നടക്കുകയും ചെയ്തു. 2017 ബ്രദറിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ഞാൻ MTech ഒക്കെ കഴിഞ്ഞ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. ആ സമയം ഞാൻ ആ ഷോപ്പ് ഏറ്റെടുക്കുകയും അതിൽ അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ അവിൽ മിൽക്കിൻ്റെ ഒരു 4-5 വെറൈറ്റി അവിൽ മിൽക്ക് അതിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അവിൽ മിൽക്ക് തുടക്കം. പിന്നെ മാർക്കറ്റിൻ്റെ നമ്മുടെ ഇൻഡോർ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി മാർക്കറ്റിൻ്റെ വിപുലീകരണാർത്ഥം ആ ഷോപ്പ് പൊളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിൽ മിൽക്കിന് മാത്രമായിട്ടൊരു ഷോപ്പ് എന്ന ഒരു ചിന്തയിലേക്ക് വരുന്നതും. അങ്ങനെ 2020 മാർച്ച് 1-ാം തീയതി പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിൽ മൗസി തുടക്കം കുറിക്കുന്നതും. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും UAE-യിലും ഖത്തറിലുമായി മൗസിക്ക് 30ഓളം ഔട്ട്ലെറ്റുകളുണ്ട്. 250 തൊഴിലാളികൾക്ക് ഞങ്ങൾ തൊഴിൽ നൽകുന്നുണ്ട്. അതിൽ 12 പേർ ചെവി കേൾക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത 12 പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് ജിദ്ദ ഷർഫിയയിൽ ഈ 10 മിനിറ്റ് മുമ്പ് ഓപ്പണായി. ഇതാണ് മൗസിയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. എന്നെ ഇവിടുത്തെ ഇവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ മൗസി എങ്ങനെയാണ് സ്കെയിലപ്പ് ചെയ്തത് എന്നതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് നൽകപ്പെട്ട സമയം 5 മിനിറ്റാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു കുറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സ്കെയിലപ്പ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് മൗസിയെ സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി എനിക്കുണ്ടായിരുന്നത് വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു, വലിയൊരു വിഷൻ ഉണ്ടായിരുന്നു. അതാണ് എന്നെ മൗസിയെ ഇത്രത്തോളം സ്കെയിലപ്പ് ചെയ്യാനുള്ള ആദ്യത്തെ ഒരു കാരണം. ഞാൻ മൗസി പെരിന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിൽ ആദ്യമായി ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇതിനെ ഇന്റർനാഷണൽ ബ്രാൻഡാക്കും. അന്ന് പലരും എന്നോട് പറഞ്ഞു, എൻ്റെ രൗലും വെള്ളം കൊണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡാവും, ഒരിക്കലും നടക്കില്ല എന്ന് പലരും എന്നോട് പുച്ഛിച്ചു. പലർക്കും നമ്മുടെ ഡ്രീം ഒരു ചിരി വരുന്നതെങ്കിൽ ആ ഡ്രീമാണ് ഏറ്റവും വലിയൊരു കാര്യം, അതാണ് യഥാർത്ഥമാവുന്ന ഒരു കാര്യം എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അബുദാബി മുഷ്രിഫ് മാളിൽ. ഇംഗ്ലീഷുകാരും അറബികളും കൂടുതലും വരുന്ന അബുദാബി മുഷ്രിഫ് മാളിൽ ഞങ്ങളുടെ ഔട്ട്ലെറ്റ് കഴിഞ്ഞ ആഴ്ച ഓപ്പണായി. അവിടെ ഒരു ജർമ്മൻ ഒരു കസ്റ്റമർ അവിടെ വന്നു. അയാൾ ആദ്യത്തെ അവിൽ മിൽക്ക് ഇതെന്താണെന്ന് ചോദിച്ചിട്ട് അവിൽ മിൽക്ക് കൊടുത്തു. ആ അവിൽ മിൽക്ക് കുടിച്ചിട്ട് ആൾ അത്രയും നല്ലൊരു അഭിപ്രായം പറഞ്ഞ് 2 അവിൽ മിൽക്ക് ആളെ റൂമിലേക്ക് പാർസലും കൊണ്ടുപോയി. നമ്മുടെ മലപ്പുറത്തിന്റെ ഡ്രിങ്കിനെ ഇത്രത്തോളം എത്തിക്കാൻ കഴിയുമെങ്കിൽ ഏതൊരു ബിസിനസ്സിനെയും ഒരുപാട് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാം എന്നൊരു തെളിയിച്ചൊരു ഇൻസിഡന്റ് ആയിരുന്നു ആ ഒരു സംഭവം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്ന തിയറി, ഞാൻ പെരിന്തൽമണ്ണ ME എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. എൻ്റെ ടീച്ചർ ഇവിടെ ഉണ്ട്, ജീജ മിസ്. അപ്പോൾ ആ ME എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു മാഗസിനിൽ കണ്ട ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ പറയുന്നത്, നിങ്ങളുടെ ബിസിനസ്സിനെ സക്സസ് ആക്കുന്ന ഫാക്ടറികളിൽ അത് നിങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഏത് ഭാഷയാണോ, ഏത് കുടുംബമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി, സ്കില്ല്, ഇതൊന്നും ഒരു ഫാക്ടർ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിൽ അംബാനിയുടെ 2 മക്കളിൽ ഒരാൾ സക്സസ്ഫുള്ളും ഒരാൾ ഫ്ലോപ്പുമാണ്. അങ്ങനെ 2 ആൾ സക്സസ് ആവുമായിരുന്നു. അല്ലെങ്കിൽ എല്ലാ രാജ്യത്തും ധനികരും ഉണ്ട്, സാമ്പത്തികം. അപ്പോൾ അവർ ആ ഒരു മാഗസിനിൽ കണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ യുണീക്നെസ് ഉണ്ടെങ്കിൽ, വ്യത്യസ്തത കൊണ്ടുവരുന്നെങ്കിൽ ഏതൊരു ബിസിനസ്സിനെയും സക്സസ് ആക്കാൻ പറ്റും എന്നൊരു കാര്യത്തിലാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതാണ് മൗസിയുടെ സക്സസ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായ അവിൽ മിൽക്കുകൾ കൊണ്ട് ഇതുവരെ ആരും കാണാത്ത കൺസെപ്റ്റ് കൊണ്ട് ഞാൻ മൗസിയെ സ്കെയിലപ്പ് ചെയ്തു. അതാണ് ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെന്റ് ആവാതിരിക്കുക, നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് ആ ടീമിനെ നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ആ സിസ്റ്റം കൊണ്ട് മൗസി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ ചലിപ്പിക്കുക എന്നത്. 5ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. പലപ്പോഴും പല സക്സസ്ഫുൾ ആയ ആളുകളും പല ബിസിനസ്സിലും
പണം ചെലവാക്കി ബ്രാൻഡിങ് ചെയ്യാത്ത അവസ്ഥ വരുന്നുണ്ട്. അത് ബിസിനസ് പിന്നോട്ട് വലിക്കും. മാർക്കറ്റിങ്ങിനും ബ്രാൻഡിങ്ങിനും കോൺസെൻട്രേറ്റ് ചെയ്താൽ ഏതൊരു ബിസിനസ്സിനെയും നമുക്ക് പെട്ടെന്ന് സ്കെയിലപ്പ് ചെയ്യാം എന്ന് തെളിവാണ് മൗസി. ഞാൻ എൻ്റെ സമയപരിമിതി മൂലം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഒരു അവസരം നജീബ് കാന്തപുരം MLA നന്ദി അറിയിക്കുന്നു. മാത്രമല്ല നമ്മളൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊരു ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാൻ എന്നതാണ്. അവർ നമ്മുടെ എല്ലാവരുടെയും ബിസിനസ് സ്കെയിലപ്പ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.